5th സ്റ്റാൻഡേർഡ് പേജ് നമ്പർ 35 സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ മുതലുള്ള ആൻസേഴ്സ്. ഗിവൺ ദാറ്റ് 36 × 15 = 540, കമ്പ്യൂട്ട് ദ ഫോളോയിങ് പ്രോഡക്ട്സ് ഇൻ യുവർ ഹെഡ്. നമ്മൾ എന്ത് ചെയ്യണം? എഴുതാനൊന്നും പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം. 36 × 15, 36നെ 15 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 540. അപ്പോൾ 36നെ 16 കൊണ്ട് ഇൻറ്റു ചെയ്താലോ? നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം 36 × 15 മീൻസ് 36 15 എണ്ണം. 36 15 എണ്ണം അല്ലെങ്കിൽ 15 36 എണ്ണം. അപ്പോൾ ഇപ്പോൾ 36 16 എണ്ണം ആവുമ്പോൾ 36 15 എണ്ണം ആവുമ്പോൾ 540 ആവുമ്പോൾ 36 16 എണ്ണം ആവുമ്പോൾ ഇതിനോട് നമ്മൾ 36 പ്ലസ് ചെയ്താൽ മതി. 540 പ്ലസ് 36 ചെയ്താൽ മതി. 37 × 15, 36 × 15 എന്ന് പറഞ്ഞാൽ 15 36 പ്രാവശ്യം അല്ലെങ്കിൽ 36 15 പ്രാവശ്യം. പക്ഷെ ഇവിടെ നമുക്ക് 15 തന്നെ എടുക്കുന്നത് കൊണ്ട് 15 36 പ്രാവശ്യമാണ് ഇവിടെ ഉള്ളത്. അത് 540. അപ്പോൾ 15 37 പ്രാവശ്യമാകുമ്പോൾ 540നോട് 15 പ്ലസ് ചെയ്താൽ മതി. 36 × 14 എന്ന് പറയുമ്പോൾ 36 14 പ്രാവശ്യം. അതായത് ഇവിടെ 36 15 പ്രാവശ്യമാകുമ്പോഴാണ് 540. അപ്പോൾ 14 പ്രാവശ്യമേ ഉള്ളൂ എങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 36 സബ്ട്രാക്റ്റ് ചെയ്യാം. 36 × 35 × 35 ആകുമ്പോൾ 36, അതായത് 15 36 പ്രാവശ്യമാണെങ്കിൽ 540, 15 35 പ്രാവശ്യമാണെങ്കിൽ അതിനകത്ത് ഒരു 15 കുറഞ്ഞിട്ടുണ്ട്. 15 വരുമ്പോൾ നിങ്ങളൊരു 15 കുറച്ചിട്ട് എഴുതാം. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. 36 × 15 = 540. 36 × 16 കാണാൻ 540 പ്ലസ് 36 576. 37 × 15 540 പ്ലസ് 15 555. 36 × 14 = 540 മൈനസ് 36 514. 35 × 15 = 540 മൈനസ് 15 525. Third question. A number multiplied by 16 give 1360. ഒരു നമ്പറിനെ 16 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 1360 കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 16. അതായത് ഒരു നമ്പറിനെ 16 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 1360 കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്. നമുക്ക് എന്ത് കിട്ടും? വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് നെക്സ്റ്റ് നമ്പർ. അതായത് ഒരു നമ്പറിനെ 16 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 1360. അപ്പോൾ ഇപ്പോൾ ഒരു നമ്പർ എന്ന് പറയുമ്പോൾ ഒരു 10 ആണെങ്കിൽ 10 × 16 ഇതാണെങ്കിൽ അതിൻ്റെ അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ 11 അതായത് ഒരു പ്രാവശ്യം 16 കൂടും. നെക്സ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഒരു 16, ഇതിനോട് 16 പ്ലസ് ചെയ്താൽ മതി. അടുത്തത്, വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് ദ നമ്പർ ജസ്റ്റ് ബിഫോർ ദിസ് മൾട്ടിപ്ലൈഡ് ബൈ 16. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു 16 സബ്ട്രാക്റ്റ് ചെയ്യാം. ഈ 1360 നിന്ന് ഒരു 16 സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. വേണമെങ്കിൽ നമ്മളോട് ചിലപ്പം ഈ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 16 ഗിവ് 1360 ചോദിച്ചിട്ട് അതിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 1360 16 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. അപ്പം നമുക്ക് നമ്പർ കിട്ടും. പക്ഷെ നമ്പർ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്പർ × 16 = 1360. നമ്പർ = 1360 / 16. ആൻസർ നമുക്ക് 85 ആണ് കിട്ടുക. ഇനി നമുക്ക് ആ 85 കണ്ടെത്തേണ്ട ആവശ്യം ഇവിടെ ഇല്ല. കാരണം നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമ്പർ 16 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 1360 എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പറിനേക്കാളും ഒന്ന് കൂടിയതെന്ന് പറയുമ്പോൾ ആദ്യം 85 16 ആയിരുന്നു. പിന്നെ 86 16 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 16 പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. 86 ഒരു 16 കൂടുതൽ വരും. അതുപോലെ 84 × 16 ഒന്ന് കുറഞ്ഞാൽ 16 ഒരെണ്ണം കുറഞ്ഞാൽ 16 സബ്ട്രാക്റ്റ് ചെയ്യും. അങ്ങനെ 1344 കിട്ടും. അടുത്തത് സ്ക്വയർ നമ്പേഴ്സാണ്. നോക്കിയിട്ട് നിങ്ങൾ അവിടെ ഡോട്ട്സൊക്കെ ഇട്ടിട്ടുള്ളത്, നമ്മുടെ ഒരുപാട് ഡോട്ട്സൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ആ ഡോട്ട്സ് ഇട്ടിട്ടുള്ളത് ഒരു പ്രത്യേക എന്താ പറയുക എണ്ണത്തിനനുസരിച്ചിട്ടാണ് അവിടെ ഡോട്ട്സൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന നമ്പർ 18 എന്ന് കണ്ടു. ഒരുപാട് 16 ഡോട്ടിനെ പ്രത്യേക രീതിയിൽ ഇട്ടിട്ടുള്ളതാണ്.
16 ഡോട്ട് 2 അങ്ങനെ ഉള്ള വെച്ചിട്ട് ഓരോന്നായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് 18, ഇങ്ങോട്ടേക്ക് 9, ഇങ്ങോട്ടേക്കും 9, അങ്ങനെയുള്ള രീതിയിൽ നോക്കിയിട്ടിടാം. 36 ഡോട്ടിനെ 18 18 ആക്കിയിട്ടിടാം, അല്ലെങ്കിൽ എന്താ ചെയ്യുക 9 9 9 ആക്കിയിട്ടിടാം. ഇനി അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ എത്തുമ്പോൾ സമയത്ത് 36 ഡോട്ടിന് എവിടെ എത്തുമ്പോൾ അത് 6 6, അതായത് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സെയിം എന്നുള്ള രീതിയിൽ, അതായത് ഒരു സ്ക്വയറിൻ്റെ മോഡലിൽ വരുന്നുണ്ട്. അതാണ് ഈ ഡോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത് ഇവിടെ 4ഉം ഇവിടെ 9 എന്നുള്ള രീതിയിൽ, ഇവിടെ ഇങ്ങോട്ടേക്ക് 12, ഇവിടേക്ക് 3 എന്നുള്ള രീതിയിൽ, ഇവിടെ 18ഉം ഇവിടെ 2 എന്നുള്ള രീതിയിൽ. 9 4 നമുക്ക് 36 കിട്ടുന്ന നമ്പേഴ്സാണ്. അപ്പോൾ അതുപോലെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മുടെ സ്ക്വയർ കിട്ടുമ്പോഴെങ്ങനെയാണ്, ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരേ രീതിയിൽ വെക്കുമ്പോഴാണ് നമുക്ക് സ്ക്വയർ കിട്ടുന്നത്. ഇങ്ങോട്ടേക്ക് 6 ആണ്, ഇങ്ങോട്ടേക്കും 6 ആണ്, നമുക്ക് 36 കിട്ടും. അതായത് സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 × 1 1 കിട്ടുന്ന നമ്പറാണ്. ഞാനത് 1 സ്ക്വയർ, അത് നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. ഈ 1ൻ്റെ മേലെ നമുക്കൊരു 2 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് 1 സ്ക്വയർ എന്ന് വായിക്കും. അതിപ്പോൾ വേണ്ട, അത് ഞാനതങ്ങനെ എഴുതി പോയതാണ്. ഇപ്പോൾ 1 × 1 1 ആണ്, 2 × 2 4 ആണ്, 3 × 3 9 ആണ്, 4 × 4 16 ആണ്, 5 × 5 25 ആണ്, 6 × 6 36. അങ്ങനെ കാണുന്ന സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ 1 4 9 16 25 36, പിന്നെ 36 കഴിഞ്ഞാൽ 7 7 49, 8 8 64, 9 9 81, 10 10 100, പിന്നെ 11 11 121 അങ്ങനെ പോവും. പക്ഷെ നമുക്കിപ്പോൾ അത്രയുള്ള നമ്പേഴ്സ് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഈ ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ സ്ക്വയർ നമ്പേഴ്സ് കിട്ടും. അതായത് ഞാൻ പറഞ്ഞു നിങ്ങളോട് 4 9 ഒന്നുണ്ട്, പക്ഷെ ഒന്ന് നമുക്ക് ഒരു നമ്പർ ആഡ് ചെയ്താലും ഒന്നും കിട്ടുന്ന നമ്പറല്ല. അപ്പോൾ ഒന്ന് അവിടെ വെക്കാം. 4 9 16, അതായത് 2 × 2 4 ആണ്, 3 9 ആണ്, 4 4 16 ആണ്, 5 5 25 ആണ്. അതേപോലെ ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് 2 × 2 എന്ന് പറയുമ്പോൾ 2 ഓഡ് നമ്പേഴ്സ് എടുക്കാം, ആദ്യത്തെ 2 എണ്ണം. അപ്പോൾ 1 + 3 4 ആണ്. പിന്നെ നമ്മൾ 3 ഓഡ് നമ്പേഴ്സ് എടുക്കുക. ഓഡ് നമ്പേഴ്സ് 1 3 + 5 9 കിട്ടും. പിന്നെ 4 ഓഡ് നമ്പേഴ്സ് 1 + 3 + 5 + 7 കിട്ടിയാൽ 4 × 4 16 ആണ്. 5 നമ്പേഴ്സ് എടുക്കുമ്പോൾ എന്താണ് കിട്ടുക, 5 × 5 25 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് എക്സസൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് 11 × 11 ആൻഡ് 111 × 111. Can you guess what 1111 into 1111 would be? Check whether your guess correct. Write the pattern of such products. നോക്കാം നമുക്ക് എന്താണ് അതിൻ്റെ ആൻസർ എന്ന്. 11 × 11 എന്ന് പറയുമ്പോൾ നമ്മൾ 11 നമ്പേഴ്സ് പ്ലസ് ചെയ്യാം. ഓഡ് നമ്പേഴ്സാണ്. 1 + 3 + 5 + 7 + 11 + 13 + 15 + 17 + 19 + 21. നമ്മൾ നേരത്തെ ചെയ്യുമ്പോൾ 25 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു, 5 × 5 ആണ് അല്ലേ. അപ്പോൾ 5 നമ്പേഴ്സാണ് പ്ലസ് ചെയ്തിട്ടുള്ളത്, കണ്ടില്ലേ നിങ്ങൾ. അതായത് 5 × 5 കിട്ടുമ്പോൾ 5 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 11 × 11 കിട്ടുമ്പോൾ 11 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 121 കിട്ടും. ഇനി അടുത്തത് 111 × 111 എന്ന് പറയുമ്പോൾ ഇവിടെ 1 2 1, ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഫാഷൻ ആയിട്ടുള്ള ഒരു നമ്പറാണ് 1 2 1. അപ്പോൾ അടുത്തത് നമുക്ക് കിട്ടും 1 2 3, അതായത് 3 ഒന്നുകൾ ഉണ്ടാകുമ്പോൾ 111 ഉണ്ടാകുമ്പോൾ 1 2 3 2 1, നടുക്കാൻ 3 എന്നുള്ള നമ്പർ വരും. ഇപ്പം 4 ഉണ്ടാകുമ്പോൾ നടുക്ക് 4 വരും, ഇവിടെ 1 2 3 വരും, പിന്നെ റിവേഴ്സ് ഓർഡറിൽ 3 2 1 വരും. 3 2 1 വരും. പിന്നെ നമുക്കതിൻ്റെ പാറ്റേൺ എഴുതാൻ വേണ്ടിയിട്ടാണ് തേർഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ ആ പാറ്റേൺ ഭംഗിയായിട്ട് എഴുതി കൊടുക്കുക. 1 × 1 1, 11 × 11 121, 3 3 അല്ലേ. ഇതിവിടെ ഇപ്പോൾ ഓരോന്ന് ഇട്ടു, ഇവിടെ 2 എണ്ണം ഇട്ടു, ഇവിടെ 3 എണ്ണം ഇട്ടു. 4 എണ്ണം ഇടുമ്പോൾ നടുക്ക് 4 വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ. 5 എണ്ണം ഉണ്ടാകുമ്പോൾ നടുക്ക് 5 വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ. പിന്നെ 6 എണ്ണം ഉണ്ടാകുമ്പോൾ നടുക്ക് 6 വന്നിട്ട് ഇങ്ങോട്ടേക്ക് 5 ഉണ്ടാകും, പിന്നെ ഇങ്ങോട്ടേക്ക് കുറഞ്ഞും വരും. അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ പാറ്റേൺ ചെയ്തത്. ഇനിയിപ്പം 8 എണ്ണം ഉണ്ടെങ്കിൽ നടുക്ക് 8, പിന്നെ 1 to 7 വരെ എഴുതാം, പിന്നെ 7 to 1 വരെയും എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ ഫോളോയിങ് കാൽക്കുലേഷൻസ്. 1 + 3 4, 4 + 5 9. അതായത് നമ്മൾ എടുക്കുമ്പോൾ 1 + 3 4, 4 + 5, 4 + 5 എന്നത് അടുത്തടുത്ത നമ്പർ അല്ല, നമ്മൾ ആഡ് ചെയ്യുന്നത് 3 5 7 അങ്ങനെ പോയിട്ടാണ്. അതായത് ഓരോരോ ഇതിനോടും നമ്മൾ സ്ക്വയർ കിട്ടുന്ന നമ്പറിനോട് 1 4 9 16 അങ്ങനെ പോകും, 16 25 അങ്ങനെ പോകുന്നതൊക്കെ എന്താണ്, പവേഴ്സ് ഇതിൽ വരുന്നതാണ്, സ്ക്വയർ വരുന്നതാണ്.
1, 4, 9, 16, 25, 36, 49, 64, 81. അപ്പോൾ ഈ സംഖ്യകളോടൊക്കെ നമ്മൾ എന്ത് പ്ലസ് ചെയ്യണം? 3, 5, 7 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ നിങ്ങൾ നോക്കിയാൽ മതി. 4, 9, 16 എന്ന് പറയുന്ന നമ്പർ തന്നെ നമുക്ക് കിട്ടും. പവേഴ്സ് തന്നെ കിട്ടുന്നത് കാണാം. അപ്പോൾ ഇത് വേറൊരു തരത്തിലുള്ള പാറ്റേൺ ആണ്. അത് കണ്ടിന്യൂ ടു റൈറ്റ് സ്ക്വയേഴ്സ് അപ് ടു 100. 100 വരെയുള്ളത് ഇത് എഴുതി തീർക്കണം. ഇതാണ് ആ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ 1 + 3 4 ആണ്. 4 എഴുതി കഴിഞ്ഞിട്ട് പിന്നെ 3 കഴിഞ്ഞാൽ 5, അങ്ങനെ 4 + 5 9. 9 എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ നമ്പർ ഇവിടെയുള്ള നമ്പറൊക്കെ നമ്മളിവിടെ കിട്ടുന്ന നമ്പേഴ്സ് തന്നെയാണ്. പക്ഷെ 1, 4 സ്ക്വയേഴ്സാണ് നമ്മൾ എഴുതുന്നത്. 1 × 1 4, 9, 16, 25, 6, 6, 36, 7, 7, 49, 8, 8, 64. അതായത് ഇവിടെ കിട്ടുന്ന നമ്പർ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പ്ലസ് ചെയ്ത നമ്പർ 3, 5, 7, 9 ഈ ഓർഡർ നോക്കുക, ഒരു പാറ്റേൺ ആണിത്. നമുക്ക് ആദ്യം 1 + 3 4 കിട്ടിയിട്ട് പിന്നെ 4 ഫസ്റ്റ് ചെയ്താൽ, പിന്നെ ഈ 3ൻ്റെ അടുത്ത ഓട് നമ്പർ ചെയ്താൽ അപ്പം 9 കിട്ടും. 9 ഇവിടെ ഫസ്റ്റ് ചെയ്താൽ, എന്നിട്ട് ഇവിടെ 3, 5, 9, 7 എഴുതാം. 3, 5, 7 എഴുതാം, 16 കിട്ടും. 16 എഴുതാം. 16 എഴുതിയിട്ട് ഇവിടെ 7 ആണ്, അപ്പോൾ 9 എഴുതാം. 25 കിട്ടി. 9 കഴിഞ്ഞാൽ 11 ആണ്, 36 കിട്ടി. 36 എഴുതിയിട്ട് 11 കഴിഞ്ഞാൽ 13, 49 കിട്ടി. 13 കഴിഞ്ഞാൽ 15 ആണ്. ആ ഒരു പ്രത്യേക പാറ്റേണിലാണ് ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ 100 വരെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം എങ്ങനെ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പഠിക്കാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന്. ഓക്കെ, ബൈ.